என்னங்க எழுந்துரு, மேல என்னவோ சத்தம் கேக்குது. 300, 301, 302, 303, 304. അയ്യോ എന്താ എനിക്ക് അയ്യോ വല്ലതും പറ്റിയോ? എന്റെ കൈ ഒളിക്കടാ. എങ്ങനെ ഉള്ളായിരിക്കും? ലൂസ് ബോഡി അല്ലേ ചേട്ടാ. ആയിരിക്കുന്ന ഡംബൽസ് കണ്ടോ? ഇതിങ്ങനെ എടുത്ത് വല്ലപ്പോഴും ഇങ്ങനെ പരിപാടി നടക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. അതെ, ഈ ഓൾഡ് ഏജ് ആയി പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സർസൈസ് ചെയ്തു ബോഡി ഇങ്ങനെ കാര്യമൊന്നുമില്ല. അതെ, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. വന്നേ, ട്രൈ ചെയ്യൂ, നമുക്ക് ഒന്നിച്ച്. ബോഡി ഫിറ്റ് ആക്കുന്ന സമയത്ത് വിഷമദ്യം അടിച്ച എന്താ ഇവിടെ എന്താന്ന്? അതെ, ഇവിടെ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന്. നീ എങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? നിനക്കറിയാലോ, എനിക്ക് ഇത്തരം പാർട്ടീസുമായിട്ട് സഹകരിച്ച് പോകാനേ പറ്റില്ല. ഞാനോ നിന്നെ സഹിക്കുന്നു, ബാക്കിയുള്ളവരെ കൂടെ ഉപദ്രവിക്കണോ? നീ ആരാ കിടന്ന് തുള്ളാൻ? നിന്റെ ചേട്ടൻ. ഓ പിന്നെ എന്താടാ, 3.5 മിനിറ്റ് ആണെങ്കിലും ഞാനാ ചേട്ടൻ. നീ അത് മറക്കുന്നു. സാരമില്ല, ഞാനത് ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഓർമ്മിപ്പിച്ച് തരാം. അന്നേ ഞാൻ പറഞ്ഞതാ വീട് ബാച്ചുലേഴ്സിന് കൊടുക്കണ്ടെന്ന്. വല്ല ഫാമിലി ആയിരുന്നെങ്കിൽ ഈ വക ശല്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ஒரு ஃபேமிலி இங்க கொஞ்ச நாள் இருந்ததானே, എന്നിട്ട് എന്നാச்சு? ഉങ്ക വായനോട്ടം സഹിക്കാത്താനേ അവര് പോനത്. വസു, നീ വെറുതെ വഴക്കിന് വഴിയുണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു ദിവസമാണ്. அப்படியானா சீக்கிரம் போய் குளிச்சிருங்க. இன்னைக்கு கொஞ்சம் ஏர்லியரா ஆபீஸ் போயிடலாம். ഞാനിന്ന് ലീവാ. எனக்கு தெரியும், அந்த சுமதி குட்டியை பாக்குறதுக்கு தானே. വസു, രണ്ടായിരം പറഞ്ഞ നീ എന്റെ തനി സ്വരൂപം കാണും. அந்த ரூபனன் டெய்லி பார்த்துட்டு தானே இருக்குது. എടി പിശാചേ, നീ என்ன சொன்ன? நான் பிசாசா? ஐயோ கடவுளே, நான் என்னமெல்லாம் கேட்க வேண்டி இருக்கு. மேல இருந்து நீ இதெல்லாம் பார்க்கது இல்லையா? പറഞ്ഞു ഒട്ടും മനസ്സിലാവില്ല. ഇതാ കഴിച്ചേ. എനിക്ക് വേണ്ട. ഈ ക്യാപ്സൂളൊക്കെ വിഴുങ്ങി വിഴുങ്ങി നാവിന്റെ രുചി പോലും നഷ്ടപ്പെട്ടു. പ്രഷറും ഷുഗറും അതും ഇതും ഒക്കെ ബാധിച്ചിരിക്കുന്ന ആൻഡ്രൂസിന്റെ ദേഹത്തിന് മരുന്നും മന്ത്രവും ഇല്ലാതെ എഴുന്നേറ്റിരിക്കാനാവോ? ദേ, പെണങ്ങാതെ ഇതൊന്ന് കഴിച്ചേ. കഴിച്ചേ. പിന്നെ റോസി കുഞ്ഞിന് പനിയാ. എപ്പോഴെങ്കിലും അവൻ ഫോൺ ചെയ്താ എന്നെ ഒന്ന് വിളിച്ചേക്കണം. ഞാൻ ഉറങ്ങാതെ കിടക്കാം. ഇന്നിനി ഫോൺ വരില്ല അങ്കിൾ, നേരെ ഒത്തിരിയായി. ഇങ്ങനെ ഉറക്കവളച്ചിരുന്ന ഇനിയും തലച്ചുറ്റിൽ വരൂ കേട്ടോ. ഉറങ്ങിക്കോ. ഈശ്വരാ, കാത്തുരക്ഷിക്കണേ ദൈവമേ. നിനക്ക് ഹോട്ടൽ ഭക്ഷണം കഴിച്ചാൽ വയറിന് അസുഖമുണ്ടാകും എന്നെനിക്കറിയാം. അതിനാൽ ഞാൻ അരിയും മറ്റു സാമാനങ്ങളും വാങ്ങിവെച്ചിട്ടുണ്ട്. നിനക്ക് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയാണല്ലേ? ഓ, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഓഹ്, എവിടെ? വച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അത്യാവശ്യമായി MD-യോടൊപ്പം ഒരു കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഓഹോ, കാശും വെച്ചിട്ടുണ്ടോ? അവന്റെ ഒരു കോൺഫറൻസ്. പോയി നിന്റെ അമ്മായി അമ്മയോട് പറയടാ തെണ്ടി. ഞാൻ കോളേജിൽ പോയിട്ട് വരണേ. ബൈ. മാർക്കറ്റിലോട്ടായിരിക്കും അല്ലേ? അല്ല, കോളേജിലേക്കാ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാന് മാർക്കറ്റിലോട്ടാ വരുന്ന. അല്ല, മാർക്കറ്റിൽ സാധാരണ പോകാറില്ലേ? അതൊന്നുമല്ല. മാർക്കറ്റിലേക്ക് ബസ് ഉണ്ടോ? മാർക്കറ്റ് ഇവിടെ അടുത്താ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അല്ല, അപ്പൊ ഈ ബസ്സിൽ പോകാവുന്ന ദൂരമുള്ള മാർക്കറ്റ് ഒന്നും ഇല്ല ഇവിടെ അടുത്ത്? ഇല്ല. അതൊന്നും ഇല്ലാത്ത ഈ നാട് തീരെ ഡെവലപ്പ് ആയിട്ടില്ല. അതെല്ലാം പാക്ക് ചെയ്തേക്ക്. ഏട്ടാ, ജ്യൂസ് കുടിക്കുന്ന? നല്ല പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. വേണ്ട സാർ. ചുമ്മാ കുടിക്കുന്നത് 2 പൈനാപ്പിൾ ജ്യൂസ്.
എത്രയായി? 16 രൂപ. എത്ര? 16. പേഴ്സ്, എന്റെ പേഴ്സ് ഇവിടെ എവിടെയോ. ചേട്ടാ എന്റെ പേഴ്സ് കണ്ടായിരുന്ന? എന്തോന്ന്? പോക്കറ്റിൽ ഇട്ടിരുന്ന പേഴ്സ് കാണുന്നില്ല ഇപ്പൊ. അങ്ങനെ പേഴ്സ് മര്യാദക്ക് പൈസ വെച്ചിട്ട് കളിക്കുന്ന സാധനം വാങ്ങിച്ചു വെച്ചിട്ട് കളിക്കാം. കള്ളം പറയുന്നല്ല. പേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഈ പോക്കറ്റിൽ ഇട്ടിരുന്ന. എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു. എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു. പോക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. അതെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഞാൻ കള്ളം പറയുന്നതല്ല. വേണമെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കൂ. കംപ്ലൈന്റ് കൊടുക്കാം. ഞാൻ കംപ്ലൈന്റ് കൊടുക്കാം. ഈ പോക്കറ്റിൽ ഇട്ടിരുന്ന ഞാൻ. അല്ലെങ്കിൽ ചേട്ടാ ഞാനേ അവർക്ക് ആ ചേട്ടന് ഞാൻ ജ്യൂസ് വരെ വാങ്ങിച്ചു കൊടുത്തതാ. പറ്റിച്ചതല്ല. പേഴ്സ് പോയി. ഭാസ്കര, ഏയ് ഭാസ്കര, ഭാസ്കര. എന്നെയല്ല, അയാളല്ല. ആ മഞ്ഞ ഷർട്ടാ അതാ ഭാസ്കരൻ. ഭാസ്കര പോകരുത്. ഭാസ്കര വീണ്ടും ഓടുന്നു. നിക്കടാ. അയ്യോ ഇതെന്റെ പേഴ്സല്ല. ഇവനല്ല പോക്കറ്റ് എടുക്കാരൻ. ഇതെന്റെ ഫ്രണ്ടാ ഭാസ്കരൻ. ഗോളി ഭാസ്കരൻ, ഫുട്ബോൾ ചാമ്പ്യൻ ഭാസ്കരൻ. ഇത് അവന്റെ സ്വന്തം പേഴ്സ്. എടാ ഭാസ്കര, ഞാനാ ജയകൃഷ്ണൻ. നീയോ? എടാ നീ എന്തിനാ വെറുതെ ഓടിയത്? നീ ഓടിച്ചല്ലേ? ഞാൻ ഓടിച്ചതല്ല, നീ ഓടിയതല്ലേ? നല്ലൊരു ഫുട്ബോൾ ഗോളിയായിരുന്ന നീ എങ്ങനെയാടാ ഒരു ബാർബറായി മാറിയത്? ഗോളി ആയാലെന്താ, ബാർബർ ആയാലെന്താ, കൈ കാശുണ്ടെങ്കിലേ ഈ കാലത്തൊരു വിലയുള്ളൂ. അത് ശരിയാ. കൈ കാശില്ലെങ്കിൽ കാൽ കാശിന് കൊള്ളില്ല. അല്ല ഈ കട നിന്റെ സ്വന്തമാണോ? സ്വന്തമാണോന്ന് ചോദിച്ചാ അല്ല, അല്ലേന്ന് ചോദിച്ചാ ആണും താനും. അതാണ് അതിന്റെ ഒരു കിടപ്പ്. എന്നാ നീ ബാക്കി വെട്ടിപ്പടി. വാ നമുക്കൊരു ചായ കുടിക്കാം. ആ ചെറുക്കന്റെ അച്ഛന്റെ ഈ കട ഞാനിവിടെ ചിങ്കിടിയായിട്ട് കൂടിയതായിരുന്നു. നമ്മളെ നല്ല സമയം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ദിവസം രാവിലെ കട തുറക്കാൻ വന്ന അയാളെ വണ്ടി ഇടിച്ച് കിടപ്പിലുമായി. അതോടെ നമ്മളാണ് ഇതിന്റെ ഇപ്പൊ ഓൾ ഇൻ ഓൾ. എന്തായാലും നിനക്ക് നല്ല ഭാഗ്യമുണ്ട്. അപ്പൊ നിനക്ക് ഒരുപാട് VIP കളെ പരിചയം കാണുമല്ലേ? പിന്നെ എന്റെ മുന്നിൽ തലവലിക്കാത്ത ഏത് VIP സിറ്റിയിലുള്ളത്? ഭാസ്കര, അതെ പിന്നെ നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരുമോ? ഒരു ജോലി എനിക്ക് നീ ശരിയാക്കി തരുമോ? ചെറിയ ജോലി ആയാലും മതി. ഞാനിപ്പോ ഒരു വല്ലാത്ത അവസ്ഥയിലാ. അതുകൊണ്ടാ. പറ്റില്ല എന്ന് പറയരുത്. നോക്കാം, ഒപ്പിക്കാം. പക്ഷേ എന്റെ റേഞ്ച് നീ കണ്ടല്ലോ. ഇതിനകത്ത് നിന്ന് ഒപ്പിക്കാവുന്ന രീതിയിൽ ഒപ്പിക്കാം. അത് മതി. സത്യം പറയാമല്ലോ, കുറെ വർഷങ്ങളായി ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നതാ. പക്ഷെ ഇത്തവണ ആഘോഷിക്കാമെന്ന് വെച്ചടോ. എല്ലാം ഞങ്ങളുടെ അമ്മുമോള് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്. ആ പിന്നെ ഇന്ന് ഞാനും സാറയും വിവാഹിതരായിട്ട് നീണ്ട 35 വർഷങ്ങൾ തികയുകയാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായി താൻ മാത്രമേ ഉള്ളൂ. ഇന്നെങ്കിലും വായ്ക്ക് രുചിയായി നല്ല ആഹാരം കഴിക്കാലോ. കഴിക്കടോ. ഇത്തവണ നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ പട്ടിണിയും പരിവട്ടമൊക്കെ പറഞ്ഞ് വേണ്ടപ്പെട്ട ഒരാൾ കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പോ പുള്ളിയുടെ മേൽനോട്ടത്തിലാ 4 നേരം ശാപ്പാട്. ഉപ്പും മുളകും ഒക്കെ ചേർത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. വലിയ കറിവെപ്പുകാരനാ പുള്ളിയുടെ ഭാവം.